ഹലോ, ഇതൊന്ന് നമ്മൾ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മീൻ കറി ഉണ്ടാക്കാൻ പോവാണ്. തേങ്ങ അരക്കാണ്ട് നമ്മൾ പൊള്ളിക്കൂലേ. അപ്പോൾ ഇത് മീനിൻ്റെ പേര് ശരിക്കും അറിയില്ല, ഒരു ഉരുണ്ടിട്ടുള്ള ഒരു മീനായിരുന്നു. അപ്പോൾ വെട്ടിയാണ് കൊണ്ടുവന്നത്. പിന്നെ ഒന്നും കൂടി നമ്മൾ ക്ലീൻ ചെയ്ത് ഇപ്പോൾ വെള്ളത്തിട്ട് വെച്ചേക്കാണ്. ഇനി കറി നമ്മൾ അരപ്പെല്ലാം സെറ്റായി കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഒന്നും കൂടി ഞാൻ കഴുകാം, എന്നിട്ട് ഇതിലേക്കിടും. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇവിടെ ഓൾറെഡി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുഞ്ഞുള്ളി ഉണ്ട്, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, കുറച്ച് ഇഞ്ചി. പിന്നെ ഈ തക്കാളി വന്നിട്ട് ഞാൻ ലാസ്റ്റ് അരിയുള്ളൂ, അതിൽ നിന്നൊരു വെള്ളം ഊറി തന്നെ എനിക്കിഷ്ടമുള്ളത്. അപ്പോൾ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3 കഷ്ണം കുടംപുളി നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെള്ളത്തിലിട്ട് വെച്ചേക്കാം കേട്ടോ. ഇനി ഈ വെള്ളത്തിൽ നിന്ന് എടുത്ത് നമ്മൾ ചട്ടിയിലേക്ക് ഇടുകയുള്ളൂ, കറിയിലേക്ക്. ആ ചട്ടി ഇവിടെ ഓൾറെഡി അടപ്പത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് കാഞ്ഞിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഇടാം. ഓക്കെ കൂട്ടുകാരെ, ചട്ടി കാഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് കടുകിടാം. ഓക്കെ, നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എടുത്തു വെച്ചേക്കണ കടുക് അധികം ഇടരുത്, കാരണം കഴിക്കും. അപ്പോൾ ഇതൊന്ന് പൊട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് ഉലുവ ഇടണം. കടുകൊക്കെ ഒരുവിധം പൊട്ടി തീർന്നു. അപ്പോൾ അതിലേക്ക് എടുത്തു വെച്ചേക്കണ ഉലുവ കുട്ടന്മാരെയും കൂടി ഇടുകയാണ്. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടിയിട്ട് നമുക്ക് അടുത്ത ഉള്ളിയോ അല്ലാച്ച പച്ചമുളകോ വേപ്പില, അതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ ഇടാം. ഓക്കെ, ഇവിടെ ഒരുവിധം മൂത്തു. അപ്പോൾ അതിലേക്ക് ഞാൻ ഫസ്റ്റ് ഇടുന്നത് നമ്മുടെ കുഞ്ഞുള്ളി അരിഞ്ഞ് വെച്ചേക്കുന്നത്. അധികം വേണ്ട, കുഞ്ഞുള്ളിയൊക്കെ കുറച്ച് മതി. ഇതൊരു 10-12 കുഞ്ഞുള്ളി ഉള്ളൂ. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് വേവിച്ചെടുക്കാം. ഓക്കെ, ഇതാ നമ്മുടെ കുഞ്ഞുള്ളി ഇത്തിരി വഴണ്ടു. ഇനി അതിലേക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക, അരിഞ്ഞ് വെച്ചേക്കുന്ന വെളുത്തുള്ളി. അപ്പം ഇതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് വാഴട്ടെ കേട്ടോ. നമ്മുടെ വെളുത്തുള്ളി ഇട്ടത് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ഇഞ്ചിയും, പിന്നെ വന്നിട്ട് പച്ചമുളക് അതൊന്ന് നെടുകെ കീറിയതാ കേട്ടോ. അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്നും കൂടി ഒന്ന് വാട്ടണം. 2 തണ്ട് കറിവേപ്പില ഞാൻ ഇടുന്നുണ്ട്, 2 മതിയല്ലോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കും. ഇവിടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇഞ്ചി എല്ലാം നന്നായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കണം 1.5 സ്പൂൺ സാദാ നോർമൽ മുളക് പൊടി, ഇത് 1 സ്പൂൺ കാശ്മീർ ചില്ലി, ഇത് 1.25 സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, ഇത് ആവശ്യത്തിനുള്ള മഞ്ഞപ്പൊടി. ഇത്രയും പൊടികളാണ് ഞാൻ ഇപ്പോൾ ഇടുന്നത്. അപ്പോൾ അതിപ്പോൾ ഇടുക കേട്ടോ. ഇത് ഇട്ടിട്ട് നമുക്കിതൊന്ന് പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കണം. പൊടികളുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്, ഒരുവിധം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇത് നമ്മൾ സിമ്മിലിട്ടിട്ട് കേട്ടോ ചെയ്യുന്നത്. പൊടികളിട്ട് ഇടണതിന് തുടങ്ങണതിന് മുമ്പ് തന്നെ നമ്മളൊന്ന് തീ ഒന്ന് സിമ്മിലാക്കി വെക്കണം. അല്ലാച്ചാൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കണ തക്കാളി കൂട്ടനെ എടുത്ത് ഇതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഇതൊന്ന് വേണ്ടോട്ടെ കേട്ടോ. അതാ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് ഉടഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ കുടംപുളി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാൻ അപ്പോൾ എല്ലാം ഒന്ന് മുറിച്ച്, അപ്പോൾ ആ വെള്ളം നമുക്ക് ഒഴിക്കാം. അത് നല്ല വെള്ളം കേട്ടോ. അപ്പോൾ ആ പുളി ഇതിലേക്ക് ഇട്ട്, ഇനി നമ്മൾ ഇതിലേക്ക് ഒട്ടും ഉപ്പിട്ടിട്ടില്ല. ഞാൻ കുഞ്ഞുള്ളി വഴറ്റിയപ്പോൾ ഒന്നും ഞാൻ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇടാം. അതാ ഞാനിപ്പോൾ ഈ സ്പൂണിൽ ഒരു കല്ലുപ്പിടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി കുറച്ചും കൂടി വെള്ളം ഇതിലേക്ക് ഒന്ന് ഒഴിക്കണം. എന്നിട്ട് ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് മീൻ കഷ്ണം പറക്കിയിടാം. എന്താ ഞാനിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള വെള്ളം ഒഴിക്കണം. ഓറ് വെള്ളം വേണ്ടല്ലോ. അപ്പോൾ നമുക്ക് മീൻ എത്രയുണ്ട്, അല്ലെങ്കിൽ അരപ്പ് നമ്മൾ എത്ര കൂട്ടിയിട്ടുണ്ട്, അതിനനുസരിച്ചുള്ള വെള്ളം നമ്മൾ ഇതിലൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് മീൻ കഷ്ണങ്ങൾ വാരിയിടാൻ പാടുള്ളൂ. അപ്പം ഞാൻ നേരത്തെ കഴുകി വാരി വെച്ച മീൻ ഒന്നും കൂടി ഞാൻ കഴുകി വെള്ളമൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വെട്ടി തിളച്ചതിന് ശേഷം നമുക്കൊന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് നോക്കിയിട്ട്, പുളി പിന്നെ അല്ലേ പിടിക്കുള്ളൂ. അപ്പോൾ ഉപ്പൊന്ന് നോക്കിയിട്ട്, ഉപ്പില്ലാച്ചാൽ ഉപ്പിടണം. കല്ലുപ്പായതാണ് 30 സെക്കൻഡ് കഴിഞ്ഞിട്ട് കലങ്ങി വരുള്ളൂ. അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കട്ടെ കേട്ടോ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്.
ഞാനിപ്പോൾ ഉപ്പും പുളിയും നോക്കി, ഉപ്പ് പാകത്തിനാണ്, പുളി ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങനെ നമ്മുടെ കുടംപുളി കിട്ടില്ല. അപ്പം ഞങ്ങൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ, നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ അവിടെ നിന്ന് 2 കിലോ 1 കിലോ അങ്ങനെ എടുത്തിട്ടാണ് വരിക പതിവ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ മീൻകുട്ടന്മാരെ ഇതിലേക്ക് നമുക്ക് പിറക്കിടാം. ഓക്കെ, അതാ മീനൊക്കെ നമ്മൾ ഇതിലേക്ക് പിറക്കിയിട്ടിട്ട് ഈ മീനെ ഇതിൽ ഒന്ന് നിരത്തണം. നിരത്തിയിട്ട് അതിൻ്റെ മേലേക്ക് ഇതിൻ്റെ ചാറൊക്കെ നമുക്കൊന്ന് തൂവിയൊക്കെ കൊടുക്കാം. പിന്നെ ഇതിൽ ഞങ്ങളല്ല, ഞാൻ ഇത്രയൊക്കെ വെച്ച് ഞാൻ അവസാനിപ്പിക്കാറ്. പക്ഷെ ഇവിടെ പ്രവീണ് ഒരു സാധനം കൂടി ഇതിൽ പ്രവീൺ ചേർക്കും. അതെന്താന്ന് വെച്ചാൽ, ഒരു മിനിറ്റ്, ഇത് കണ്ടോ, നമ്മുടെ കായപ്പൊടി, ഹീങ്ക്. അപ്പോൾ ഈ MGRൻ്റെ ഇത് പൊടിയാട്ടോ. അപ്പോൾ ഇവിടെ പ്രവീൺ ഉണ്ടാക്കുമ്പോൾ, ഇങ്ങനത്തെ കറി, മുളക് കറി ഉണ്ടാക്കുമ്പോൾ പ്രവീൺ കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കും. അപ്പം ഞാൻ ഇന്നിപ്പോൾ ഇത്തിരി കായപ്പൊടി അതിൽ തൂകുന്നുണ്ട്. മഞ്ഞിലുള്ള ഇച്ചിരി കുറച്ചിട്ടാൽ മതി കേട്ടോ. ഇതാ കായപ്പൊടി ഇത്തിരി ഉണ്ടായുള്ളൂ, അത് ഞാൻ കുത്തിപ്പൊട്ടിച്ച് ഞാൻ അതിൻ്റെ മേലെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ ഓവർ കായപ്പൊടി ഇടരുത്. കായവും കഴിക്കണ ഒരു സംഭവമാണ്. കടുകും കായവും ഒന്നും കറിയിൽ ഒരിക്കലും അധികമാവരുത്. അപ്പോൾ ഇതിനി നന്നായിട്ടിരുന്ന്, ഞാനിപ്പോൾ മീഡിയത്തിലാണ് ഗ്യാസ് വെച്ചേക്കുന്നത്. നന്നായിട്ടൊന്ന് തിളക്കട്ടെ. തിളക്കല്ല, നന്നായിട്ട് വേവണമല്ലോ മീൻകറി. അപ്പോൾ പിന്നെ കാണാം. മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ട്. ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് പുളി ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ വന്നിട്ട് അതാ ചുറ്റും വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിനി കറി ഓഫ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇരുന്ന് നമ്മുടെ ഈ സെയിം മീൻ തന്നെ, പേര് അറിഞ്ഞോളൂ കേട്ടോ, അത് ഞാൻ വറുക്കാനിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു വശം മൊരിഞ്ഞ് അടുത്ത വശം മറിച്ചിട്ടേക്കുവാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടി ഇന്നൊരു പിടി പിടിക്കണം നമ്മൾക്ക്. അപ്പം നിങ്ങൾക്കൊക്കെ എന്തൊക്കെയായിരുന്നു ഇന്ന് ഉച്ചക്കത്തെ കറി, ചോറിന് കൂട്ടാൻ? ഇതാണ് നമ്മുടെ കറി. ലാസ്റ്റ് കഴിക്കാൻ നന്നായിട്ട് കുറുകിയൊക്കെ ഇരിക്കുന്നുണ്ട്. നന്നായിട്ട് ഉപ്പും പുളിയെല്ലാം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബായ്.